ഇന്നത്തെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണേ. വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ ഉച്ച മൊത്തവും തെളിഞ്ഞിട്ട് തലയിൽ നിന്ന് ഇങ്ങനെ മുടി വട്ടത്തിൽ ഒരുപാട് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ആദ്യം ഇങ്ങനെ പൊഴിഞ്ഞു പോയപ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മുടി പൊഴിയുന്നതെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്, എനിക്ക് എന്തോ അസുഖമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചത്. പിന്നീടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് എല്ലാവരുടെയും മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന്. അങ്ങനെ ഒരുപാട് പേരെന്നോട് പറഞ്ഞു റോസ്മേരി ഹെയർ ഓയിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ എണ്ണയൊന്നും ഉപയോഗിക്കുന്ന ആളല്ലായിരുന്നു. പണ്ട് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നേ. അന്നൊക്കെ അമ്മ എണ്ണ കാച്ചിത്തരും, അതൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം എനിക്ക് ഇങ്ങനെ മുടിയിൽ തലയ്ക്കിൽ ഒട്ടും മുടിയില്ലാതായിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ, തല ഇങ്ങനെ കാണുമ്പോൾ. അന്നൊക്കെ ഷോർട്ട് ഹെയറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് മുടി വേണ്ട, കുറച്ച് മുടി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ പക്ഷെ നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളും പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. അതുമാത്രമല്ല, ഈ കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉച്ചയൊക്കെ നന്നായിട്ട് വെട്ടമടിക്കുന്ന സമയത്ത് തല ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കഷണ്ടി തെളിഞ്ഞിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. എല്ലാവരും പറയും ഇതെന്തുവാ ഇത്, മുടി മൊത്തം പോയല്ലോ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. അങ്ങനെ എന്തായാലും നമ്മുടെ റോസ്മേരി ഓയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. ഇന്ന് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് എഫക്റ്റീവ് ആണോ ഇല്ലയോ, ഒരുപാട് പേരുടെ സംശയമാണ് എഫക്റ്റീവ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും എണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 4-5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് മുടി നന്നായിട്ട് ഹെയർ ബാൻഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി. രാവിലെ വരെ എങ്ങനെയോ വെച്ചേക്കാമെന്ന് കരുതി. ഞാനൊരു ഷവർ ക്യാപ്പ് പൊടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മുടെ ഡ്രസ്സിലും ഷീറ്റിലും ഒന്നും ആകണ്ടെന്നും കരുതിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ആഴ്ചയിൽ നോക്കാം എത്രമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്.